ഒരു അമിത മദ്യാസക്തനാണ്. ദൈവത്തിൻ്റെ കൃപയാലും ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ബൈജുരാജ്. ഹായ്. ഇത്തിരി സൗണ്ട് കൂട്ടി പറയാമോ? ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ഞായറാഴ്ചകളിലായിട്ട് ഒരു റിക്കവറിങ് ആൽക്കഹോളിക്കിനെ അല്ലെങ്കിൽ നമ്മൾ പുറത്തുകൊണ്ടിരിക്കുന്ന ഒരു മദ്യാസക്തന് സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെ മുൻനിർത്തി ആ അപകടങ്ങൾ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ലഭിച്ചേക്കാവുന്ന ചില സൂചനകളെ പറ്റിയാണ് നമ്മളിവിടെ ഓരോ ഞായറാഴ്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊരു പുനർപതനത്തിൻ്റെയും മുൻപേ ഒരു ചെറിയ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിന് പിടിക്കാതെ പോകുന്നതാണ് പ്രശ്നം. ആ സൂചന പല തരത്തിലാണ് നമ്മളിലേക്ക് എത്തുന്നത്. പലപ്പോഴും അത് നമ്മുടെ ഒരു ഭാവപ്പകർച്ചയായിരിക്കാം, നമ്മുടെ ഒരു സ്വഭാവത്തിലെ ഒരു ചെറിയ മാറ്റമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവത്തിലെ വ്യത്യാസങ്ങളായിരിക്കാം. ഇത് പലപ്പോഴും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരിക്കലാണ് ഈ പുനർപതനത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ചില സൂചനകൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവാറില്ല, പക്ഷെ സൂചന വരാറുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പുനർപതനത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഇത്തരത്തിലുള്ള സൂചനകളെക്കുറിച്ച് പലരും സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് മീറ്റിങ്ങിന് പോകണ്ട എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരുന്ന നേരം ആ ദിവസം നമ്മൾ തീർച്ചയായും മീറ്റിങ്ങിന് പോയിരിക്കണം. കാരണം ആ തോന്നൽ, ഏടെ മീറ്റിങ്ങിന് ഈ ദിവസം, ഇന്നത്തെ ദിവസം പോകേണ്ട ആവശ്യമില്ല എന്ന ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു തോന്നൽ, അതൊരു അപകട സൂചനയാണ്. അങ്ങനെയാണ് പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നത്. ആ അപകട സൂചന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം മീറ്റിങ്ങിന് പോയേ പറ്റൂ. കാരണം അതൊരു സൂചന നമുക്ക് ലഭിച്ചതാണ്. എന്നാൽ പല സൂചനകളും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാവുന്ന വ്യതിചലനങ്ങൾ, ഇതെല്ലാം അടുത്ത കുടിയിലേക്ക് കടക്കാനായിട്ടുള്ള സൂചനകൾ, അപകടത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള സൂചനകളായിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിപത്ത്, മദ്യാസക്തി എന്ന വിപത്ത് ചില്ലറക്കാരനല്ല. ഇത് നമ്മളെല്ലാം അതിൻ്റെ അനുഭവസ്ഥരായതുകൊണ്ട് അതിനെപ്പറ്റി അധികം വിവരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇതെല്ലാം നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ട് തീർത്ത രംഗങ്ങൾ ഒരുപാടുണ്ട്. ദാരുണമായിട്ടുള്ള ഒരു വലിയ ഒരു പാസ്റ്റ്, ഒരു ഭൂതകാലം നമുക്കെല്ലാം പുറകിലുണ്ട്. അങ്ങോട്ടൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടി വരുന്ന അവസ്ഥകളുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെയാണോ ഇതൊക്കെ കളിച്ചു വന്നത്? അങ്ങോട്ടുള്ള അവസ്ഥകൾ പേടിപ്പെടുത്തുന്നതാണെങ്കിലും ഇന്നുള്ള അവസ്ഥകൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന അവസരങ്ങളാണ്. ഇങ്ങനെയൊക്കെ നടന്ന ഞാൻ ഇന്ന് ഇതേ വളരെ സുരക്ഷിതമായ കരങ്ങൾ, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സുരക്ഷിതമായ കരങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ആ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇത്തരത്തിലുള്ള ഈ വിഷയാധിഷ്ഠിതമായിട്ടുള്ള മീറ്റിങ്ങുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്. നമ്മൾ അടുത്ത പുനർപതനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താങ്ങ്, ഒരു സംരക്ഷണം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ അപകട സൂചനകൾ നമ്മൾ
ഒന്നും കൂടെ നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഒട്ടും തന്നെ കളയാതെ കൊണ്ടു നടക്കാനായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ജാഗ്രത പുലർത്താനായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും വിപുലമായിട്ട് ഈ വിഷയങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത് അധികാരമോഹം എന്നുള്ള. ഒരു പക്ഷേ തോന്നിയേക്കാം ഈ അധികാരമോഹം എന്ന് പറയുന്നതും എൻ്റെ സുബോധവും തമ്മിൽ എന്താണ് ബന്ധം? അത് രണ്ടും രണ്ട് ഫീൽഡല്ലേ, രണ്ട് വ്യത്യസ്ത മേഖലകളല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെയൊക്കെ സുബോധത്തെയും ഈ പറയുന്ന വിഷയത്തെയും കൂട്ടിയിണക്കുന്ന ഒരുപാട് കണ്ണികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അധികാരമോഹം എന്നുള്ളത് കുടി നിർത്തിയ പിറ്റേന്ന് തുടങ്ങുന്നതൊന്നും അല്ലത്. ഇത് കാലക്രമേണ അവനിലുണ്ടായി വരുന്ന മാറ്റത്തിൻ്റെ, ഗുണപരമായ മാറ്റത്തിൻ്റെ അകത്ത് തെളിഞ്ഞു വരുന്ന ചില ഇത്തിക്കണ്ണി പോലെയുള്ള ചില പ്രശ്നം പിടിച്ച പ്രദേശങ്ങളിൽ പെട്ടതാണ് ഈ അധികാരമോഹം എന്ന് പറയുന്നത്. കാരണം ഒന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ കുടി നിർത്തിയ മദ്യാസക്തർ പല ആൾക്കാരും ഇന്ന് നമ്മുടെ അധികാര ശ്രേണികളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രവർത്തിക്കുന്നു. നോക്കിയാൽ മതി, ഇപ്പം പഞ്ചായത്ത് മെമ്പറായിട്ടും അല്ലെങ്കിൽ കൗൺസിലറായിട്ടും അതിലും ഉയരങ്ങളിലൊക്കെ ഉള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എല്ലാവരും മെമ്പേഴ്സാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ അതിശയം തോന്നും. കുടിച്ചു നടന്ന ഇവൻ ബോധവും പൊക്കണോ ഒന്നുമില്ലാതെ നടന്നവൻ ഇന്നിതേ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നു. അവന് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. അതവൻ യുക്തിപൂർവം വിവേകപൂർവം ഉപയോഗിക്കുന്നു എന്നൊക്കെ ആൾക്കാരുടെ കണ്ണിലുണ്ണിയായി മാറുന്നു. എനിക്കെൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഈ പൊതു സ്ഥാപനങ്ങളിലൊക്കെ ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ മെമ്പേഴ്സാണ്. നമ്മൾ അവരുടെ അനോണിമിറ്റി കീപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ആരാ ഏതാന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊരു സത്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം അധികാര സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് അംഗങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. എന്നാൽ അവർ പറഞ്ഞു തന്ന പാതയിലൂടെ മുന്നേറുന്നത് കൊണ്ട് മാത്രം അവർക്ക് ഈ അധികാരം എന്നുള്ളത് അവരുടെ തലയ്ക്ക് പിടിക്കുന്നില്ല. അവരത് അന്തസ്സോടുകൂടി കൈകാര്യം ചെയ്ത് ആൾക്കാരുടെ മുഴുവനും പ്രശംസ കൈപ്പറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഇത് ഞാൻ പറഞ്ഞത് പൊതുസ്ഥലങ്ങളിലെ അധികാരത്തെക്കുറിച്ചാണ്. അധികാരം അവിടെ മാത്രമല്ല ഉള്ളത്. അധികാരം എന്ന് പറയുന്നത് സർവ്വവ്യാപിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ കുടുംബത്തിനകത്ത് ഒരു അധികാരത്തിൻ്റെ മേഖലയുണ്ട്. ഒരു ആലോചിച്ചാൽ അറിയാം, ഒരു ചെറിയ കുടുംബം, ഒരു 4 അച്ഛൻ, അമ്മ, 2 മക്കൾ മാത്രമുള്ള ഒരു കുടുംബത്തിലാണെങ്കിലും അവിടെ ഒരു അധികാര വ്യവസ്ഥ കളിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത്. പല മേഖലകളിൽ കിടക്കുന്ന ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോഹവും ഒരു ആഗ്രഹങ്ങളും. അപ്പം ഈ ആഗ്രഹം ജനിക്കുന്നതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുമുണ്ട്. ഈ സുബോധ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഈ അധികാരത്തോട് ഒരു മോഹം എന്നുള്ള നിലയിലേക്ക് അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ പലപ്പോഴും ഒരു അപകടത്തിലേക്ക് എത്തിക്കാറുമുണ്ട്. അല്ലാതെ അധികാരം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അത് വളരെ ആവശ്യമുള്ളൊരു കാര്യം. ഒരു സമൂഹമാണോ അവിടെ ഒരു അധികാരം കൈയാളുന്ന ആൾക്കാർ വേണമാണ്. കാരണം സാമൂഹ്യ നീതി എന്നൊക്കെ പറയുന്നതും സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിനും അധികാര ശ്രേണികൾ എപ്പോഴും വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. ഈ അധികാരം, പവറിന് അല്ലെങ്കിൽ അതോറിറ്റി എന്നൊക്കെ പറയുന്നത് അതൊരു ആവശ്യമായിട്ടുള്ള അനിവാര്യതയാണ്. പക്ഷേ അതിനോടുള്ള മോഹം, അതിലും വലിയൊരു തെറ്റൊന്നും പറയാനില്ല. അതെന്ന് വെച്ചാൽ
ഒരു വ്യക്തിക്ക് തോന്നുകയാണ് എനിക്ക് ഇന്ന സ്ഥാനത്തിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ഏലുള്ള എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് നല്ലൊരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ സമ്മതിദായകരുടെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചു വന്നതാണ്, വലിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു വന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ചുമ്മാ കൊച്ചു വർത്താനം പറയുന്നതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ചോദിച്ചു, ഇത് നിന്റെ സുബോധത്തെ ബാധിക്കുന്നുണ്ടോടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആദ്യകാലത്തൊക്കെ എനിക്ക് മീറ്റിങ്ങുകൾക്ക് പോകാനായിട്ട് പറ്റാതെ വരുമ്പോൾ എന്നിലുണ്ടാകുന്ന ഒരു വിമ്മിഷ്ടങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീ മീറ്റിംഗ് ഒന്നും മുടക്കുന്നില്ലല്ലോ. അത് ഞാനിപ്പോൾ ഒരു തീരുമാനത്തിലെത്തി. ഞാൻ എൻ്റെ അധികാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അതിൻ്റെ എൻ്റെ കീഴിലുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസം എന്നെ കിട്ടില്ല. അത് എന്തിനാ ഏതിനാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ദിവസം ഇത്രയും മണിക്കൂർ എന്നെ കിട്ടില്ല. ഒരു കാര്യത്തിനും എൻ്റെ പേരെടുത്തിടരുത്, ഒരു ഉദ്ഘാടനത്തിനോ മറ്റതിനോ ഒന്നും എന്നെ വിളിച്ചേക്കരുത്. ആ ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 6 തൊട്ട് 8 വരെ ഒന്നും എന്നെ കിട്ടില്ല. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്, പ്രാധാന്യം കൽപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. അവന് അറിയാം മീറ്റിംഗ് ഇല്ലാതെ അവന് നിലനിൽപ്പില്ല എന്നറിയാം. അവൻ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ആ സ്ഥാനം, അതിൻ്റെ പ്രധാന കാരണം അവൻ്റെ സുബോധാവസ്ഥയാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് അവൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിനാണ് അവൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞിരിക്കുന്നത്, മീറ്റിങ്ങിൻ്റെ സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം എന്നെ കിട്ടില്ല. അതാണ് യുക്തി എന്ന് പറയുന്നത്. അതാണ് അവൻ ആർജിച്ചെടുത്ത വിവേകം എന്ന് പറയുന്നത്. ഇത് പലർക്കും ഇല്ലാതെയായി പോകുന്നുണ്ട്. കാരണം ഈ അധികാരത്തിന് തലയ്ക്ക് പിടിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പറയില്ലേ, നമ്മളെ മത്ത് പിടിപ്പിച്ച് കളയും. കാരണം മുമ്പില്ലാത്ത ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിപ്പെടുമ്പം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്, ഗുണപരമായിട്ടുള്ള, നമ്മൾ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മത്ത് പിടിപ്പിക്കും. സാധാരണ മനുഷ്യരല്ലേ നമ്മളെല്ലാം. അപ്പം നമ്മളെ അത് നമുക്കൊരു തലയ്ക്ക് പിടിക്കുന്നൊരവസ്ഥ വരും. അപ്പം അത് വന്നു കഴിയുമ്പം ചില നേരങ്ങളിൽ ഇനി എന്തോന്ന് ഇനി എനിക്കെന്തിനേ, ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. അത് അധികാരം എന്ന് പറയുന്ന ആ സ്ഥാനം നമ്മുടെ അഹങ്കാരമായിട്ട് മാറുന്നൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള അതൊരു ദുരവസ്ഥയാണ്, അതൊരു അപകടം പിടിച്ചൊരവസ്ഥയാണ്. നമ്മൾ ഏതിനാണ് ഏറ്റവും പ്രയോറിറ്റി, പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് എല്ലാ നേരത്തും ആ ചിന്ത നമ്മുടെ തലയിൽ കളിച്ചിട്ടില്ലെങ്കിൽ ഡേഞ്ചറസ് ആണ് അത്. കാര്യം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെട്ടമാണ് എന്ന് പറയുന്നത്. എന്നെയൊക്കെ ഇപ്പോഴും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പറയുന്നത്. അത് കൈവിട്ടിട്ടുള്ളൊരു കളിക്കും ഞാൻ നിൽക്കാറില്ല. അത് ആദ്യകാലത്തൊക്കെ ഒരു ഭയപ്പാട് കൊണ്ടുകൂടി ആയിരുന്നു. ഇന്ന് ഭയത്തെക്കാൾ കൂടുതൽ ഒരു ബഹുമാനമുണ്ട്. ഈ ഈ ഈ കൂട്ടായ്മയോട് ഒരു അതിയായ ബഹുമാനമുണ്ട്, അത്ര തന്നെ സ്നേഹമുണ്ട്. കാരണം എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് എല്ലാവിധ സംരക്ഷണവും തരുന്നത്, എൻ്റെ സുബോധത്തെ കാത്തു രക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത് എനിക്ക് പ്രധാനം തന്നെയാണ് ബാക്കി എന്തിനേക്കാളും. അപ്പം ഞങ്ങൾ അവിടുന്ന് ആശുപത്രി വിട്ട് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വന്തം അപ്പം മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും മീറ്റിംഗ് മുടക്കരുത്. അത് കുറച്ച് അതിശയോക്തി കലർത്തി പറഞ്ഞതാണെങ്കിലും അതിനകത്ത് ഒരു വലിയൊരു പൊരുള് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോലുള്ളവർക്ക് ഈ ഒരു ആശ്രയം കൈവിട്ട് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്. കാരണം അതുപോലെയുള്ളൊരു കച്ചിത്തുരുമ്പിൽ പിടിച്ചിട്ട് രക്ഷപ്പെട്ടവരാണ് നമ്മൾ. ആ പിൻബലം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഇടയിലേക്ക് ഈ പറഞ്ഞ അപകട സൂചനകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അധികാരമോഹം പോലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നത് ഡേഞ്ചറസ് ആണ് എന്ന് സ്ഥാപിക്കാനും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം അധികാരമോഹം എന്നുള്ള വിഷയം പറയുമ്പം നമുക്ക് ആദ്യം എന്താണ് ഈ അധികാരം, അതിനെപ്പറ്റി നമുക്ക് കുറച്ച് ഡീപ്പായിട്ടൊന്ന് പോവാം.
കുറച്ച് പെട്ടെന്ന് പോവാം. അധികാരം എന്ന് പറയുന്നത് ആർക്കുള്ള അധികാരമാണ്? ചിലപ്പോൾ ഒരു വ്യക്തിയുടെ അധികാരം, അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന അധികാരത്തെ. പക്ഷെ അതുകൂടാതെ ചിലപ്പോൾ ഒരു 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 സംഘത്തിൻ്റെ ഒരു അധികാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അധികാരം, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു അധികാരം, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയുടെ അധികാരം, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അധികാരം. ഇതൊന്നുമല്ലാതെ ഒരു വിശ്വാസത്തിൻ്റെയും ഒരു അധികാരം ഉണ്ടാവും. ഇത് ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനോ നയിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള കഴിവിനെയാണ് അധികാരം എന്ന് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെയാണ് അതിനെ സ്വാധീനിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ നയിക്കാനായിട്ടോ അതിനെ നിയന്ത്രിക്കാനായിട്ടോ ഉള്ള കഴിവ്, അതിനെ നമുക്ക് അധികാരം എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ അധികാരം എന്ന് പറഞ്ഞ ഒരു പവർ എന്നുള്ളൊരു രീതിയിലും കൂടിയാണ്. നമ്മൾ പവർ എന്നുള്ള മലയാളമല്ല, പവർ, ഈ ശക്തി എന്നുള്ള ആ ഒരു പവർ. അധികാരത്തിനകത്ത് എപ്പോഴും ഒരു പവർ സ്ട്രക്ചർ ഉണ്ട്, ഒരു ശക്തിയുടെ ഒരു ഇടമുണ്ട് അവിടെ. അപ്പൊ അത് പറഞ്ഞു വരുമ്പം നമ്മൾ ഏക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശക്തി എന്ന് പറയുന്ന വാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ശക്തി ഇല്ലായ്മയെ നമ്മൾ അടിവരയിട്ട് സമ്മതിച്ചിട്ടാണ് ഇതിനകത്തോട്ട് കാലെടുത്ത് കുത്തുന്നത്. ആണല്ലോ, നമ്മുടെ ഒന്നാം പടിയിൽ തന്നെ നമ്മളത് ആ ഒരു സമ്മതം മൂളുന്നുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ അശക്തനാണ് എന്നുള്ള ആദ്യ വരിയിൽ ആ ശക്തി എന്നുള്ള കാര്യം കിടന്ന് കളിക്കുന്നുണ്ട്. മദ്യത്തിന് മുന്നിൽ ഞാൻ അശക്തനാണ് എന്ന് പറയുമ്പം മദ്യത്തിന്റെ ശക്തി എന്തോരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയുണ്ട് അവിടെ. ഈ ശക്തി, മദ്യത്തിന് നമ്മുടെ എല്ലാം മേലെയുള്ള ഒരു അധികാരം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുകയാണ്. അല്ലാതെ മദ്യത്തിന്റെ നമ്മൾ അധികാര ഭ്രഷ്ടനാക്കുന്നൊന്നുമില്ല. ആ അധികാരം അവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ടത്. നമ്മുടെ മേലുള്ള ഒരു മേൽക്കോയ്മ പോലെ മദ്യത്തിന് നമ്മുടെ മേൽ ഒരു ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെ മറികടന്നുകൊണ്ട്, അതിനെ നമ്മൾ തടഞ്ഞു നിർത്തിക്കൊണ്ട്, അതിനെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരിക്കലും തീർത്തും വേണ്ട, ഞാനിനി എൻ്റെ ജീവിതകാലത്തിൽ മദ്യപിക്കില്ല എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു സംഘം ആളുകളായിരുന്നെങ്കിൽ പലരും ഈ സംഘത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ളതാണ്. കാരണം അതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു കാര്യമാണല്ലോ ആ സമ്മതം. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും കുടിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ നമുക്കൊന്ന് ആലോചിച്ചാൽ അറിയാം അതിൽ വലിയ അർത്ഥമൊന്നും ഇല്ല എന്നറിയാം. അങ്ങനെ ഒരു പ്രോമിസസും നമുക്ക് എടുക്കാനായിട്ടുള്ള കെൽപ്പൊന്നും ഇല്ലാത്തവരാണ്. പക്ഷേ ഇന്നൊരു ദിവസം ഞാൻ മദ്യപിക്കില്ല എന്ന് പറയുമ്പം അതിൻ്റെ ഘനം കുറഞ്ഞു കിട്ടുന്നുണ്ട്. നമുക്ക് തോളത്തെടുത്ത് വെക്കാൻ, നമുക്ക് തലച്ചുമടായിട്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നൊരു ദിവസം, ജസ്റ്റ് ഫോർ 24 hours ഞാൻ കഴിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഏതൊരാൾക്കും എളുപ്പം സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഒരേ സമയത്ത് നമ്മൾ എന്തിനെയാണ് നേരിടുന്നത്? മദ്യാസക്തി എന്നുള്ള വിപത്തിനെ, ആ രോഗത്തെ, അതിൻ്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നേരിടുന്നത്. അപ്പം ഇവിടെ നമ്മൾ അധികാരത്തെക്കുറിച്ച് പറയുമ്പം ആ ശക്തി എന്നുള്ള ഒരു വാക്കുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ആദ്യത്തെ പടിയിൽ തന്നെ അശക്തരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഈ അശക്തരാണ് എന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം എയിലേക്ക് വന്നവരാണ് നമ്മൾ എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നോക്കുമ്പം ശക്തി ഇല്ല എന്ന് പറയാനായിട്ട്, ഞാൻ അശക്തനാണ് എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ പുരുഷന്മാർക്ക് അത് വലിയൊരു പ്രശ്നമാണ്. ഒരു മേധാവിത്വ സ്വഭാവമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അവിടെ ഞാൻ അശക്തനാണ് എന്നൊക്കെ പറയുമ്പം അതെന്തോ കൊച്ചായി പോകുന്നതിന് സമമാണത്. അപ്പം അങ്ങനെ പറഞ്ഞ
എന്നിട്ട് ആ വാസ്തവം അംഗീകരിച്ചിട്ടാണ് നമ്മൾ എയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ അപ്പോഴും കിടക്കുന്നുണ്ട് ഈ സാധനം. ശക്തി തെളിയിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ നോക്കി കണ്ടുപിടിക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ ശക്തരാണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, സ്ഥാനങ്ങൾ, ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു അഭിനിവേശം, ഒരു വാഞ്ച കിടപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മിക്കപ്പോഴും ഈ അധികാരം ഒരു മോഹമായിട്ട് മാറും. മോഹം എന്ന് നമ്മൾ പറയുമ്പം അത് തന്നെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പടിയിൽ പറയുന്ന ഇച്ഛ എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമ്മൾ മൂന്നാമത്തെ പടിയിലല്ലേ നമ്മൾ ഇച്ഛയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ചേർത്ത് വായിച്ച് പോകുന്ന ഒരു രസമുണ്ട്. ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ് മൂന്നാം പടിയിൽ. നമ്മുടെ ഇച്ഛകളാണ് അവിടെയുള്ളത്, ഇച്ഛകളും ജീവിതവുമാണ്. അപ്പൊ ഈ മോഹങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ ഉള്ളിലാണ് ഈ അധികാരത്തിൻ്റെ ഒരു മോഹം ചിലപ്പം കയറി വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അധികാരം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോഹം, അതും പലപ്പോഴും മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ നമ്മൾ അമിതത്തിൻ്റെ ആൾക്കാരാണ്. അത് മുമ്പൊരു വിഷയമായിട്ട് തന്നെ അമിതം എന്നുള്ള, എക്സസ് എന്നുള്ളത് വന്നു കഴിഞ്ഞു. അപ്പോൾ അധികാരത്തോടുള്ളൊരു അമിതമായ ഒരു മോഹം വരുന്ന സമയത്ത് അത് അപകടകരമാണ് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി ഈ അധികാരം എന്നുള്ളത് പവർ ഇല്ലെങ്കിൽ ശക്തി എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് അതോറിറ്റി എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പം ഒരു ചെറിയ വ്യത്യാസം അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് അതോറിറ്റി എന്നുള്ള അധികാരം, അതിന് ഉത്തരവുകൾ നൽകാനായിട്ടുള്ള ഒരു കെൽപ്പുണ്ടാകും. ഉത്തരവുകൾ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നീങ്ങാനായിട്ടുള്ള ഒരു അതോറിറ്റി, ഒരു അധികാരം ലഭിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അധികാരം അത് കിട്ടുകയാണ്. അപ്പം മറ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം അധികാരത്തിൻ്റെ വരുന്ന അനുസരിപ്പിക്കാനായിട്ട് ഉള്ള ഒരു അധികാരം. അവിടെ ആരെയാണ് നമ്മൾ അനുസരിപ്പിക്കുന്നത്? നമ്മളെപ്പോലുള്ള മനുഷ്യരെ തന്നെയാണ് എന്നുള്ളത്. അപ്പം കൂടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരെ അനുസരണയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അധികാരമായിട്ട് അതോറിറ്റി മാറുന്നുണ്ട്. നമ്മളിപ്പം അധികാരത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അധികാര മോഹമല്ല. അപ്പോൾ ഈ ഉത്തരവുകൾ നൽകാനായിട്ടുള്ള അധികാരം കയ്യിൽ കിട്ടുന്നതോടുകൂടി തന്നെ നമ്മൾ ഒരല്പം ഒരു ഉയർന്ന പ്രതലത്തിലേക്ക് എത്തി എന്നുള്ള ഒരു തോന്നൽ ഉടലെടുക്കാൻ തുടങ്ങും. ഞാൻ മറ്റവനേക്കാളും കേമനാണ്, അതുകൊണ്ടാണ് എനിക്ക് അവന് ഉത്തരവുകൾ കൊടുക്കാൻ സാധിക്കുന്നത്. അത് അവനെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നുള്ളതും എൻ്റെ കഴിവാണ്. സി, നമുക്ക് സ്വന്തമായിട്ടുള്ള ഇച്ഛകൾ വരികയാണ് അവിടെ, നമ്മൾ പോലും അറിയാതെ. ഈ അധികാരം നമ്മുടെ തലയിലേക്ക് അല്പാൽപമായിട്ട് പിടിക്കുമ്പോഴാണ് ഈ വക കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അധികാരം നമുക്ക് കിട്ടിയെന്നുള്ളത് അതിന് അത്ര വലിയൊരു കുഴപ്പം പിടിച്ചൊരു കേസല്ല. പക്ഷെ ഈ അനുസരിപ്പിക്കാനായിട്ടുള്ള ഒരു അധികാരം നമ്മളിലേക്ക് എത്തുകയാണ്, ഈ അതോറിറ്റി എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരുടെ പ്രവൃത്തികളെ നമ്മൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനെ വിധി കൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഇവൻ നിരോധിക്കാനോ ഉള്ളൊരു അധികാരമാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഈ അധികാരത്തിൻ്റെ ശ്രേണി വലുതാകുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉത്തരവുകൾ നൽകാനും തീരുമാനങ്ങൾ എടുക്കാനും അനുസരണ പഠിപ്പിക്കാനും ഒക്കെയുള്ള അധികാരം, മറ്റുള്ളവരെ പ്രവർത്തികളെ നമുക്ക് നിയന്ത്രിക്കുകയാണ്. കൺട്രോൾ എന്നുള്ള വാക്കാണ് അവിടെ അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ വിധി കൽപ്പിക്കുക. നമ്മൾ ജസ്റ്റിഫിക്കേഷൻ, ഇല്ലെങ്കിൽ അവൾ അങ്ങനെയാണിത്, ഇതിങ്ങനെയാണ് എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കുകയാണ്. പിന്നെ നിരോധിക്കുകയാണ്. അതിനുമുള്ള അധികാരമാണ് കിട്ടുന്നത്. അതൊക്കെ അധികാരത്തിൻ്റെ പല പല പ്രതലങ്ങളാണ്. ശ്രേണി ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. പല പല പ്രതലങ്ങളാണ് അതൊക്കെ. സ്റ്റേജസ് ആയിട്ട് വേണമെങ്കിൽ കാണാം.
ഇത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടങ്ങൾ, സ്ഥലങ്ങൾ പലതാണ്. ഈ അധികാരം എന്ന് പറഞ്ഞ സാധനം നമ്മളെ കുടുംബത്തിൽ നമ്മൾ അധികാരം പ്രയോഗിക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഈ അധികാരം ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാ അനുഭവത്തിലും അറിയുന്ന ഒരു കാര്യം. കാരണം അവിടെയും ഒരു അധികാര ശ്രേണി എല്ലാ കുടുംബത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു അച്ഛൻ, അമ്മ, 2 മക്കള് ഒക്കെയുള്ള ഒരു ചെറിയ കുടുംബമാണെങ്കിലും ഇനി അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മാവന്മാര്, അമ്മായിമാര് ഇതൊക്കെയുള്ള ഒരു വിപുലമായ കൂട്ടുകുടുംബമാണെങ്കിലും അവിടെ ഈ അധികാര ശ്രേണി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അതിലെ ഒരു കാരണവരായിരിക്കും പ്രധാനപ്പെട്ട അവിടുത്തെ അധികാരി, അധികാരം കൈയാളുന്ന ആള്. അയാളിലായിരിക്കും നിക്ഷിപ്തമായിരിക്കും അവിടുത്തെ പവർ സ്ട്രക്ചർ. അദ്ദേഹം പറയുന്നത് നമ്മൾ അനുസരിക്കുക, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളായിരിക്കും. അതേ എല്ലാ സമയത്തും നമ്മളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് ചെറിയ കുടുംബത്തിലാണെങ്കിൽ മിക്കപ്പോഴും അത് ഗ്രഹനാഥൻ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ റേഷൻ കാർഡിലൊക്കെ അത് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾക്കാണ് ഇപ്പം സ്ഥാനം കൊടുത്തിരിക്കുന്നത് റേഷൻ കാർഡിൽ. അപ്പൊ കുടുംബത്തിനകത്ത് ചെറിയ കുടുംബമാണെങ്കിലും അവിടെ അച്ഛൻ തന്നെയാണ് അവിടുത്തെ പ്രധാന അധികാരി എന്നിരിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള മധ്യാസക്തരുടെ ഇടയിൽ ഈ അധികാരം കുടിച്ചു നടന്ന സമയത്ത് നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. നമ്മളിൽ നിന്നും അധികാരം നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുടി കാരണം നമ്മളിൽ നിന്നും അകന്നുപോയ ഒരു എൻറ്റിറ്റി, ഒരു ഫിനോമിനനാണ്, അല്ലെങ്കിൽ ഒരു ഇത് നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. ഏത്? ഈ അധികാരം എന്ന് പറയുന്ന ആ ഫിനോമിന, ആ പ്രതിഭാസം. അത് നമ്മൾ സുബോധവാന്മാരായിട്ട് ഇപ്പം തിരിച്ചു വരുന്ന സമയത്ത് അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം തന്നെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ഇത് പല വിഷയങ്ങളുമായിട്ട് മുൻപും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. കുടുംബത്തിനകത്ത് കുടുംബനാഥന് മദ്യാസക്തി കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട അധികാര സ്ഥാനം തിരിച്ചു പിടിക്കാനായിട്ട് സുബോധവാനായിട്ട് അവൻ തിരിച്ചു വരുന്ന സമയത്ത് സാധിക്കാതെ പോകുന്നു. അപ്പോൾ അവനിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അവനിൽ നീരസങ്ങൾ ഉണ്ടാവും, അവനെ ഇട്ടിട്ട് അവൻ്റെ മനസ്സിനകത്ത് ഒരു പിടിയും വലിയും നടക്കുന്നു. എന്താ ഇതിങ്ങനെ സംഭവിക്കുന്നേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാനല്ലേ ഇവിടുത്തെ ഗ്രഹനാഥൻ, ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടവൻ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല, എന്തുകൊണ്ട് അധികാരം എനിക്ക് ലഭിക്കുന്നില്ല? അതാണ് ചോദ്യം. അധികാരം എങ്ങനെ ലഭിക്കാനാ? അധികാരം കൈകാളുന്ന ഒരാൾക്ക് അതോടനുബന്ധിച്ച് തന്നെ ഒരു ഉത്തരവാദിത്വം കൈയാളണം. ഇത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന സാധനമാണ്. കൂടുതൽ അധികാരം വരുമ്പം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. കുടിച്ചു നടന്ന ഒരു പാർട്ടിക്ക് ഉത്തരവാദിത്തത്തിൻ്റെ ഏഴലകത്ത് പോലും എത്താത്ത ആളാണ്. അയാൾക്ക് ചെയ്യേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടന്ന ഒരാളാണ്. അവനൊരു സുപ്രഭാതത്തിൽ തിരിച്ചു വരികയാണ്, കുടിയൊക്കെ നിർത്തിയിട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ അന്നും പണ്ടും കുടുംബത്തിലേക്ക് 4 കാലേ തിരിച്ചു വരും. പക്ഷെ ഇപ്പം നല്ല സ്റ്റഡി ആയിട്ട് കുടുംബത്തിൽ എത്തിയിട്ടുണ്ട്. മീറ്റിങ്ങിനൊക്കെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. നന്നാവണം എന്നുള്ള തോന്നൽ ഉള്ളിൽ മുള പൊട്ടിയിട്ടുണ്ട്. എന്നിട്ടും അധികാരം കിട്ടുന്നില്ല കയ്യിൽ. ഇതെത്ര പറഞ്ഞു കഴിഞ്ഞാലും നീരസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഇത്രയും മിടുക്കനായില്ലേ, കുട്ടപ്പനായില്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കാൻ തുടങ്ങിയില്ലേ, പിന്നെ എന്തുകൊണ്ട് അധികാരം എനിക്ക് തരുന്നില്ല എന്നുള്ളത്. ഇതൊരു വടംവലിയിലേക്ക് എത്തും. അതാണ് അധികാരം എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം പിടിച്ചൊരു മേഖല. അതാണ് ഒരു പ്രശ്ന പരിസരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ അധികാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ആര് കൈയാളണം എന്നുള്ളത് ആര് തീരുമാനിക്കും? അതാണ് പ്രശ്നം. അത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരാൾ വേണം കൈയാളാൻ. പലപ്പോഴും കുടി നിർത്തി വരുന്ന ഒരാൾക്ക് അതുവരെ കുടിച്ചു നടന്ന കാലത്ത് ഒരുപക്ഷെ ഭാര്യയായിരിക്കും അതൊക്കെ നോക്കിയിട്ടുണ്ടാവും. അവൾ ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ കുടിയനുള്ള വീട്ടിൽ തന്നെ മക്കളെ കാര്യമൊക്കെ ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ടാവും ഒരു പരിധി വരെ. അപ്പൊ ഇയാൾ കുടി നിർത്തി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അധികാരം അങ്ങോട്ട്
ഏൽപ്പിക്കാനായിട്ടൊന്നും അവർക്ക് സന്നദ്ധത ഉണ്ടാവില്ല, അവർക്ക് ധൈര്യം ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല, ട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞ കല്ല് കടിക്കാൻ തുടങ്ങും, നമുക്ക് നീരസം ഉണ്ടാവാൻ തുടങ്ങും, അവളോട് വിദ്വേഷം വരെ എത്തും. കാരണം അതെല്ലാം കിടന്ന് കളിക്കുന്ന ഈ അധികാരത്തിന്റെ മോഹം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. പിന്നെന്താ, അത് കിട്ടാതെ വരുന്ന സമയത്ത്, അതായത് കുടുംബത്തിന്റെ അധികാരം പോലും കിട്ടാതെ വരുന്ന സമയത്ത് ഏറ്റവും എളുപ്പമാർഗം അടുത്ത കുടി തന്നെയാണ്. എസ്കേപ്പ് ആണല്ലോ, രക്ഷപ്പെടലാണല്ലോ, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണല്ലോ. അപ്പം അത് ചിലപ്പോൾ സംഭവിച്ചു എന്നിരിക്കും. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മളിതിനെ യുക്തിഭദ്രമായിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. അവളിപ്പം കാര്യങ്ങളൊക്കെ അവള് നോക്കാൻ പഠിച്ചു പോയി, നല്ല കാര്യം, അവള് നോക്കട്ടെ, പഠിക്കട്ടെ അവള്, അല്ലേ? അവളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഒരു വികാസമായിട്ട് അതിനെ കണ്ടാ മതി. ആ, ഞാൻ കുടിച്ചു നടന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നല്ലോ, അവൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കെൽപ്പ് ആർജിച്ചല്ലോ, അത് ഞാൻ കുടിച്ചു നടന്നുകൊണ്ട് മാത്രമാണല്ലോ എന്നൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മളിലേക്ക് തന്നെ വരും. ഈ ഷെയറിങ് ആണല്ലോ, കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം പങ്കുവെക്കലാണ് നല്ല കുടുംബങ്ങളിൽ. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളടുത്ത് ഓരോരോ കാര്യങ്ങൾ എത്തിച്ചു തരും. അപ്പൊ നമുക്ക് വീണ്ടും പഴയ എന്താ നല്ല കുടുംബം എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഈവൻ ഗൃഹനാഥൻ എന്നുള്ള ആ അധികാര സ്ഥാനം വീണ്ടും തിരിച്ചു വന്നു എന്നൊക്കെ ഇരിക്കും. അപ്പം മറ്റ് സമൂഹത്തിലുള്ളൊരു പ്രശ്നമാണ്. സമൂഹത്തില് എന്തായിരുന്നു നമ്മളൊക്കെ, സമൂഹത്തില് നമ്മുടെയൊക്കെ സ്ഥാനം എന്തായിരുന്നു? ഒരു കുടിയൻ, ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരുത്തൻ, അവനവന്റെ വീട് പോലും നോക്കാൻ അറിയില്ല, അവനൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുടി ഇതിൽ മാത്രം വ്യാപരിച്ച് നടക്കുന്ന ഒരു ഒരു മനുഷ്യൻ പോലും വിളിക്കാൻ കൊള്ളാത്ത ഒരുത്തൻ. ഒരു കുട്ടിക്ക് നമ്മളൊരു ആദ്യം സുഹൃത്തുക്കളെ ഒരുപാട് നമുക്കുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒറ്റയാവാൻ തുടങ്ങിയ ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സമൂഹം ഏത് കണ്ണിലാണ് കുടി നിർത്തി കഴിഞ്ഞാലും കുറെ കാലമൊക്കെ ആ ലേബിളുണ്ടല്ലോ, നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചൊരു ലേബിളാണ് ആ കുടിയൻ എന്നുള്ള ലേബിള്. അത് പറിച്ചു വലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അതിന്റെ ബാക്കി പത്രങ്ങളൊക്കെ അവിടെ കാണും. ഈ കണ്ണുകൊണ്ട് തന്നെ കുറേ കാലങ്ങൾ, എനിക്കൊക്കെ ഇപ്പോഴും എന്നെ അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഇപ്പൊ 21 കൊല്ലമായി കുടി നിർത്തിയിട്ട്. പക്ഷെ ഇപ്പോഴും ബൈജു എന്ന് പറയുമ്പോൾ അമ്മോ ഫുള്ള് വെള്ള എന്നൊക്കെ ആ അഭിപ്രായം ഇപ്പോഴും മാറി കിട്ടിയിട്ടൊന്നും ഇല്ല ചില സ്ഥലങ്ങളിലൊന്നും. പലയിടത്തും അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ചിലർക്കൊന്നും ഇത് അറിയില്ല. നമ്മൾ കുടി നിർത്തിയ കഥ പോലും അറിയാത്തവർക്ക് ആ പേര് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് കുടിയൻ, അതാണ്. അപ്പം ഈ ലേബിളൊക്കെ വലിച്ചു പറിച്ച് കളയാനായിട്ടുള്ള പാഴ്ശ്രമങ്ങളൊക്കെ ഞാൻ ഒത്തിരി നടത്തിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണ് പാഴ്ശ്രമം എന്ന് പറഞ്ഞു. അത് എവിടെയും എത്തിയിട്ടില്ല. അത് പിന്നീട് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ നന്നായിട്ട് ജീവിച്ച് കാണിച്ചിട്ട് അത് മതി. അല്ലാണ്ട് നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ്, മോഹൻലാൽ പറയുന്ന ഒരു ഗപ്പൊന്നും വാങ്ങാനില്ല നമുക്ക്. നമുക്ക് നമ്മളോട് സത്യസന്ധത പുലർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ. അവനവനോട് കടുത്ത സത്യസന്ധത പുലർത്തുക, അത് സാധിച്ചാൽ മതിയെന്നേ. അല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒന്നിനും മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് കഴിയുമ്പോഴേക്കും സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നത്, അതാ ഞാൻ ആദ്യം പറഞ്ഞ കുറേ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞല്ലോ. അകത്തുള്ള ആൾക്കാർ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അതൊരു വിശ്വാസം വന്നു കഴിഞ്ഞു അവർക്ക്. പണ്ടത്തെ മാതിരി അല്ല, ഇവൻ നന്നായി, ഇവനെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനത് ഭംഗിയായി കൊണ്ട നടക്കും. അതുകൊണ്ടാണല്ലോ ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതും, ഇല്ലെങ്കിൽ ഇലക്ഷന് നിന്ന് വാൻ ഭൂരിപക്ഷത്തിലൊക്കെ ഒരു പണ്ട് കുടിച്ചു നടന്ന ഒരാളാണെന്നുള്ളത് മറന്നു ജനം. ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഇപ്പൊ മാന്യനാണ്, നല്ല നടപ്പിലാണ്, അയാൾ വിചാരിച്ച ഒരുപാട് കഴിവുള്ള ആളാണ്, അയാൾ വിചാരിച്ച നമ്മളെ ഈ വാർഡും ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തും ഒക്കെ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആർജിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണെന്നേ മാറ്റം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ മാറ്റം, ചേഞ്ച് എന്ന് പറയുന്നത്, അത് ഇറ്റ് കംസ് വെരി സ്ലോലി എന്നുള്ളത്. അത് പെട്ടെന്നൊരു ദിവസം കുടി നിർത്തിയതിൻ്റെ പിറ്റേന്നൊന്നും ഇത് സംഭവിക്കില്ല. പക്ഷെ നഷ്ടപ്പെട്ട വിശ്വാസം നമ്മൾ തിരിച്ചെടുക്കുക,
അത് തന്നെ. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് തിരിച്ചു കിട്ടുക എന്നുള്ളത്. നമ്മുടെ സൽപ്രവൃത്തികളിൽ കൂടെ തന്നെ അത് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ, കാരണം ഇത്രയും ആലോചിച്ചാൽ മതി, നമ്മുടെ ദുഷ്പ്രവൃത്തി കൊണ്ടാണ് നമുക്കത് നഷ്ടപ്പെട്ടത്. അപ്പം നമ്മുടെ സൽപ്രവൃത്തി കൊണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ അധികാരം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഈ മറ്റുള്ള ആൾക്കാരെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ പറ്റുക, അങ്ങനെയുണ്ടല്ലോ. ഒരാളുടെ പുറത്തൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. അതൊരു അധികാരത്തിന്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, മുമ്പേ പറഞ്ഞല്ലോ, കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ മനുഷ്യന്റെ വളരെ ബേസിക് ആയിട്ട്, ഫണ്ടമെന്റലായിട്ട്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രേരണകളാണ്. ആ പ്രേരണകളിൽ നിന്ന് തന്നെയാണ് ഈ അധികാരമോഹം, നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ അധികാരമോഹം ഉടലെടുക്കുന്നത് ഈ അടിസ്ഥാനപരമായ മനുഷ്യന്റെ പല പല പ്രേരണകളിൽ നിന്നാണ്. അപ്പം വിവിധ രീതികളിലാണ് ഈ അധികാരമോഹം പ്രകടമാകുന്നത്. പല സ്റ്റൈലിലാണ് ഇത് വരുന്നത്. നമുക്കതിൻ്റെ നല്ല വശങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. ഈ അധികാരമോഹം പ്രകടമാകുന്നതിൻ്റെ ചില കാര്യങ്ങൾ. അതായത് നേതൃത്വപരമായ റോളുകൾ തേടുന്ന ഒരു അധികാരമോഹം. ഇതിങ്ങനെ കരുതിയാൽ മതി. അത് എനിക്കറിയാം, ഞാനൊരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്, നേതൃത്വപരമായിട്ട് ഒരുപാട് കഴിവുള്ള ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് എന്നെപ്പറ്റി ഒരു ധാരണയുണ്ട്. അത് വാസ്തവമായിരിക്കും. കാരണം അത് കുടിച്ച് നടന്ന കാലത്ത് പോലും ഈ നേതൃത്വപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ആ കഴിവുകൾ പ്രകടമാക്കിയവരാണ് നമ്മളിൽ പലരും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വൈകുന്നേരത്തെ ഒരു ഗെറ്റ് ടുഗദർ, ഒരു കള്ളുടി സദസ്സ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ചിലരുണ്ടാവും അതിൻ്റെ മുൻപന്തിയിൽ എത്തുന്ന ആൾക്കാർ. അതായത് എല്ലാത്തിനും ഉത്സാഹം കൂടിയ വകുപ്പുകാർ. അവര് കുപ്പി കൊണ്ടുവരാനും ടച്ചപ്പ് കൊണ്ടുവരാനും സോഡ കൊണ്ടുവരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ മുൻപന്തിയിലുണ്ടാവും. ബാക്കിയുള്ളവരെല്ലാം നമ്മളിന്ന് ഇവിടെ കൂടാം, അങ്ങോട്ട് എത്തിയാൽ മതി, ഇന്നതാണ് കറക്റ്റ് 6 മണിക്ക് എത്തണം എന്നൊക്കെ വിളിച്ചൊക്കെ പറയുന്ന ആ നേതൃത്വ പാഠവം എന്ന് പറയുന്നത് കൈമുതലായിട്ടുള്ള ആൾക്കാർ നമ്മൾ കുടിച്ചു നടക്കുന്ന കാലത്തുമുണ്ട്. ഇവർ കുടി നിർത്തി കഴിഞ്ഞാലും ഈ നേതൃത്വ പാഠവം അവരിൽ നിന്ന് പോകുന്നില്ല, അത് അവിടെ ഉണ്ട്. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് കുടിച്ചു നടന്ന കാലത്തും ഉണ്ട്, സോബറായി നടക്കുന്ന കാലത്തും ഉണ്ട്. അത് അവരുടെ ഒരു കഴിവാണത്. ആ ഒരു ഉള്ളിലുള്ളൊരു സാധനമാണത്. അപ്പൊ അവര് സോബറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം എനിക്ക് ഈ വക കഴിവുകളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് എന്നെ അധികാരത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. കാരണം ഐ എം എ ബോൺ ലീഡർ. ഞാനൊരു ജന്മന എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണിത്. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിനകത്ത് ഈ നേതൃത്വ പാഠവം ഉണ്ട് എന്ന് സ്വയം ബോധ്യമുള്ള ഒരാള് മുന്നോട്ട് വരുന്നതിൽ എന്താ തെറ്റ്? മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ബഹുമാനം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അധികാരം സഹായിക്കും. കാരണം അത് നഷ്ടപ്പെട്ടവരാണല്ലോ നമ്മൾ. ബഹുമാനം എന്ന് പറഞ്ഞത് ഒന്നുമില്ലാതെ ആര് ബഹുമാനിക്കാൻ, പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മൾ ഒന്ന് ലേശം അധിക ദൂരമൊന്നും പോകണ്ട. നമ്മൾ കുടിച്ചു നടന്ന അവസാനത്തെ കാലത്തൊക്കെ ആര് ബഹുമാനിച്ച് നമ്മളെ? അത് വെച്ച് നോക്കുമ്പം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രവണതയൊക്കെ ഉണ്ടാവും. അതൊരു പ്രേരണയായിട്ട് മാറുക. ഓക്കെ, പ്രേരണ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, എളുപ്പം മനസ്സിലാകാൻ മോട്ടിവേഷൻ, അതാണല്ലോ ഇപ്പോഴത്തെ പുതിയ കാലത്തെ വാക്ക്. മോട്ടിവേഷനായിട്ട് മാറുകയാണ്. എന്ത്? ഈ ബഹുമാനം നേടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ. അത് നമുക്ക് ത്രൂ പവർ, അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പലരുടെയും ബഹുമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിലൊരു തെറ്റുമില്ല, അത് വേണ്ടതാണ്. നമ്മുടെയൊക്കെ ഈ ഷാറ്റേർഡായിട്ട്, ഇല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായിട്ടുള്ള വ്യക്തിത്വത്തിന് മരുന്നുകളാണ് അതൊക്കെ. കാരണം അത്രമാത്രം അധപ്പതിച്ച് പോയ ആൾക്കാർക്ക് പല സ്ഥലത്തുനിന്നും ലഭിക്കാതെ ഒരു സാധനമായിരുന്നു ഈ ബഹുമാനം. കുടുംബത്തിനകത്തുനിന്ന് പോലും കിട്ടിയിട്ടില്ല നമുക്കതൊന്നും. അത് തിരിച്ചു കിട്ടുകയാണ്. അപ്പൊ അത് ചിലപ്പോൾ ഒരു പക്ഷേ
നമ്മളുടെ ഒരു അധികാര സ്ഥാനത്തേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴൊക്കെ നമുക്കത് ലഭിച്ചു എന്നിരിക്കും. അപ്പോൾ ഓക്കെ, അതും വിട്ടുകളയാം. പിന്നെന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയത്തില്ലേ, അത് കൈവരിക്കാനായിട്ട് ചില സമയങ്ങളിൽ അധികാരം നമ്മളെ സഹായിച്ചു എന്നിരിക്കും. ഈ അധികാര സ്ഥാനം, അപ്പോൾ അതൊരു സ്ഥാനമോഹമായിട്ട് കാണേണ്ട ആവശ്യമില്ല ആ സമയത്ത്. കാരണം നമ്മൾ ലൈഫിന് ഒരു മീനിങ് കൊടുക്കുകയാണ്, ജീവിതത്തിലൊരു മീനിങ്. ഇത്രയും കാലം കുടിച്ചൊക്കെ നടന്നു, ആർക്കും ഒരു ഗുണമില്ലാതെ നടന്നു. ഇനി നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗുണപരമായിട്ട് ജീവിക്കാൻ പറ്റണം. അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, സമൂഹത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഈ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സാധിക്കും. അതെൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഈ വക നല്ല ചിന്തകൾ നമ്മളിൽ വരുന്ന സമയത്ത് അതൊരു അധികാരമോഹമായിട്ട് മാറുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പം ഒരു പദവിയാണത്, സമൂഹത്തിലൊരു പദവിയാണ്. അതായത് ഒരു സ്വാധീനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് അത് മാറുന്നുണ്ട്, ഈ അധികാരമോഹം. അപ്പം ഇത് കുഴപ്പത്തിലേക്ക് നയിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ, ഈ അധികാരം എന്ന് പറയുന്ന സാധനം ഒരു ആധിപത്യമായിട്ട് മാറും. അത് ഭയങ്കര പ്രശ്നം പിടിച്ചൊരു മാറ്റമാണത്. ഈ അധികാരം ഒരു ആധിപത്യ സ്വഭാവത്തിലേക്ക് മാറുക. അത് അധികാരമോഹം അമിതമാകുമ്പോൾ പറ്റുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം നമുക്കിപ്പോൾ പറയാം. ഈ അധികാരമോഹം എന്ന് പറയുന്നത് അത് എക്സസ് ആകുമ്പോൾ, അമിതമാകുമ്പോൾ ഒരു മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മളിൽ നിന്നും ഈ സഹാനുഭൂതി എന്ന് പറയുന്ന സാധനം അത് ഇല്ലാതെയായി പോകുന്നുണ്ട്. ഈ അധികാരമോഹം കൂടുമ്പോൾ സഹാനുഭൂതി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഒരു പ്രവർത്തിക്കുന്ന ഒരാളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് മറ്റുള്ളവരെ വിഷമം കാണാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അയാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന്, അത് 12ാം പടി ഇല്ലാത്തൊരു ആയിട്ട് മാറുക അല്ലേ? 12ാം പടി ഇല്ലാത്തൊരു പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ അധികാരമോഹം അമിതമാകുമ്പോൾ സഹാനുഭൂതി ഇല്ലാതെയാകുന്നു. അതിൻ്റെ ഒരു അഭാവം സൃഷ്ടിക്കുന്ന വല്ലാത്ത ആഘാതങ്ങളുണ്ട്. മറ്റൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂഷണ സ്വഭാവം. അതൊരു എന്തൊക്കെ പറഞ്ഞാൽ എവിടെയൊക്കെ ആണെങ്കിൽ ഈ ചൂഷണ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ എവിടേക്കോ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും ഈ ചൂഷണ സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഇത് അധികാരമോഹത്തോടുള്ള ഒരു അമിതം ആകുന്ന സമയത്ത് ഉണ്ടായി വരുന്നതാണ് ഈ ചൂഷണ സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ളൊരു ബന്ധം എടുത്താണ്. ഈ ചൂഷണ സ്വഭാവം നമ്മളിൽ ഉടലെടുക്കുന്ന സമയത്ത് ഉണ്ടായി വരുന്ന ഒരു വികാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിന്, അതായത് എനിക്ക് അടിമപ്പെട്ട് വേണം എൻ്റെ ഭാര്യ നിൽക്കാൻ, അവൾ എൻ്റെ അടിമയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ദാമ്പത്യങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ പറയുന്ന എല്ലാം അനുസരിച്ചോളും, ഇല്ലേ എൻ്റെ വരുതിക്കുള്ളിലായിരിക്കണം, എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം അവള്, അവൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ ചൂഷകരായിക്കൊണ്ടിരിക്കുക, നമ്മൾ കുടുംബത്തിനകത്ത് ചൂഷണം നടന്നുകൊണ്ടിരിക്കുക. വേറൊരു വ്യക്തിത്വമാന്നേ. നമ്മൾ ഭാര്യമാരെന്ന് പറയുന്നത് അത് അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ഇപ്പം അതും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എയിലൂടെ സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാര്യമാർ അല്ലനോണിലൂടെയും സഞ്ചരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബമായിട്ട് മാറും. കാരണം അവിടെ നിന്ന് നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് നേടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ പോലെ തന്നെ അല്ലനോണിലൂടെ അവർ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്കും ഒരുപാട് അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഒരുപാട് അവരുടെ വ്യക്തിത്വം വികസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മേഖലകൾ അല്ലനോണിലൂടെയുള്ള പോക്കിൽ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഏയിലൂടെയുള്ള യാത്ര സുഗമമാക്കാനായിട്ട് ഒരു സാധ്യതയാണത്. മറ്റത് എന്താണ് ഈ ചേട്ടൻ നന്നായി, അതെ, അല്ലെങ്കിൽ പറയില്ലേ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതായത് എല്ലനോണിന്റെ മീറ്റിങ്ങിനൊന്നും വിളിച്ചാലൊന്നും ഭാര്യമാര് വരാറില്ല ചിലര്. അപ്പോൾ അവർ പറയുന്ന ന്യായീകരണം എന്താ വെച്ചാൽ, ഞാൻ കുടിച്ചിട്ടില്ല, നിങ്ങളല്ലേ കുടിച്ചു നടന്നേ, എന്നാൽ നിങ്ങൾ പോയാൽ മതിയല്ലോ മീറ്റിങ്ങിന്, ഞാൻ എന്നാത്തിനാ വരേണ്ട കാര്യം. അതിലൊരു യുക്തി ഉണ്ട്.
അവര് കുടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് കുടിച്ച് ഒരാളുടെ കൂടെ കുറെ കാലം കഴിഞ്ഞ് അതിന്റെ എല്ലാ ദുരന്തങ്ങളും തലയിലെടുത്ത് വെച്ച ആൾക്കാരാ, അനുഭവിച്ച് തീർത്ത ആൾക്കാരാ. അവരെ പോലെയുള്ളവർ അല്ലനോണിൽ കൂടെ സഞ്ചരിക്കുക തന്നെ വേണം. അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യ ലൈല പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇതുവരെ വിചാരിച്ചു ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച കള്ളുകൂടിയൻ്റെ ഭാര്യയാണ്. എല്ലനോട് മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് ഇതിനേക്കാളും ഒത്തിരി ദുരന്തങ്ങൾ. നമ്മൾ വേല് വന്നിട്ട് ഷെയറിങ് കേൾക്കുമ്പോൾ നമ്മൾക്കും തോന്നുന്ന അതേ വികാരം തന്നെ. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും ദുരന്തം അനുഭവിച്ച ആൾക്കാരെന്ന്. പക്ഷെ മീറ്റിങ്ങിൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ 100 ഇരട്ടി, നമ്മൾ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി അനുഭവിച്ച ആൾ അവിടെ കിടന്ന് ചങ്ക് തുറക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്ന ആ കാര്യം നമ്മുടെ ഒന്നും അല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളത് അതിന് ഈ അവരങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങുകൾക്ക് കഴിയാവുന്നത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വന്നോളണമെന്നൊന്നും ഇല്ല, അത് വന്നില്ലെങ്കിൽ അതിന് ലഹള ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇങ്ങനെയൊരു ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെയൊരു സംഭവം അല്ലനോൺ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തുക. നമ്മളെ AI-യിലൂടെ പോയിട്ട് നമ്മൾ നന്നാവും. പക്ഷേ കുടുംബത്തിലുള്ളവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ നന്നായത് കൊണ്ട് വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും കലഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് രണ്ടുപേരും ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വലിയ ഗുണമുണ്ട് എന്നുള്ള ഞാൻ അനുഭവസ്ഥനാണ്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ആധികാരികമായിട്ട് ഇത് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ചൂഷണ സ്വഭാവം വീട്ടിലും ഭാര്യയോട് മാത്രമൊന്നുമല്ല. ചൂഷണ സ്വഭാവം പുതുമക്കാരോട് വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പുതുമക്കാരോട് ഈ ഗർവ് കാണിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സമീപനത്തിൽ അത് ഉണ്ടാവും, അവരുടെ മുഖഭാവത്തിൽ അത് ഉണ്ടാവും, അവരുടെ സംസാര രീതിയിൽ അത് ഉണ്ടാവും, ഈവൻ ശരീരഭാഷയിൽ അത് ഉണ്ടാവും. എന്ത് അവൻ ഇന്നലെ വന്ന ഒരുത്തൻ, ഞാൻ 10-20 കൊല്ലമൊക്കെ ആയ സുബോധവാൻ എന്നൊരു അഹങ്കാരം. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ എനിക്കുള്ള അധികാരമായിട്ട് അത് മാറുക. ഇത്രയും കൊല്ലം ഞാൻ സോബറായിട്ട് ഏലിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു അധികാരത്തിന്റെ സ്ഥാനമായിട്ട് മാറുന്നു. അതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഒരാൾ പെരുമാറുന്നുണ്ടെങ്കിൽ അയാൾ ഇത്രയും കൊല്ലം 20 കൊല്ലം ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിച്ചതിന്റെ അഹങ്കാരം അത് അധികാരമായിട്ട് മാറുകയാണെങ്കിൽ അയാൾ ഇതിനകത്തുനിന്ന് ഒന്നും നേടിയിട്ടില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം. ഒരു കുന്തും അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്താന്ന്. അങ്ങനെയുള്ളവർക്കേ ഈ അഹങ്കാരം ബാധിക്കുകയുള്ളൂ, അങ്ങനെയുള്ളവർക്കേ ഈ അധികാരം കാണിക്കാൻ നടക്കുകയുള്ളൂ. അത് എടുത്തിട്ട് പ്രയോഗിക്കുന്ന പുതുമക്കാരോട് എന്നോട് എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിന്റെ സമയത്തൊക്കെ ആദ്യകാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പുറകിലെ ബെഞ്ചിൽ പോയിരുന്നോളാം പറഞ്ഞ ആളുണ്ട്. ഏറ്റവും പുറകില്. ഞാൻ വിചാരിച്ചത് അങ്ങനെ ആയിരിക്കും ഈ സിസ്റ്റം, ആൽക്കഹോളിക്സ് അനോണിമസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് ഞാൻ പാവം പോലെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പോയിരുന്നു. എല്ലാവരും ഷെയർ ചെയ്യുന്നു, ഞാനും ഷെയർ എന്തോ എന്നോട് അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു പേര് മാത്രമൊക്കെ പറഞ്ഞാൽ മതി എന്ന്. പേരൊക്കെ പറയാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് വേണ്ട ഷെയറിങ് നിങ്ങൾ എത്ര 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 കഴിഞ്ഞിട്ട് മാത്രമേ ഷെയറിങ്ങിനൊക്കെയുള്ള ഇതുള്ളൂ. അതും ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും. അത് പുതുമക്കാരോടുള്ളൊരു സമീപന ഈ ഈ അഹങ്കാരം കാണിക്കൽ. ഇല്ലാത്ത നിയമങ്ങളൊക്കെ ഗ്രൂപ്പിൽ കൊണ്ടുവരിക, അത് അധികാരത്തിന്റെ ഒരു ഭാഗമാണത്. കാരണം ഈ ഞാനെന്ന ഭാവം വല്ലാണ്ടുള്ള പഴമക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. നമ്മളാണ് വലിയ ആൾക്കാർ, നമ്മൾ ഇതിനകത്തോടെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റിയൊക്കെ പറയുന്നേക്കാം. അത് നല്ല രീതിയിലല്ലെങ്കിൽ, ഈ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കാര്യമില്ല. 30 കൊല്ലം 40 കൊല്ലം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് പ്രകടിപ്പിക്കാൻ പറ്റണം, അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറണം. നമ്മൾക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരെ കൈ കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതിയായിട്ട് അത് മാറണം. അല്ലെങ്കിൽ പോയില്ലേ, പിന്നെ അയാൾ കാരനാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? ഇതെല്ലാം പറ്റുന്നത് ഇതൊരു അധികാര സ്ഥാനമാണെന്ന്. അതായത് ഈ ഇത്രയും വർഷത്തെ സോബ്രൈറ്റി ഒരു അധികാരമായിട്ട് കണക്കാക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. നമുക്ക് അധികാരമോഹത്തിന്റെ ഒരു സൈക്കോളജിക്കൽ, ഒരു മനഃശാസ്ത്രപരവും ഒരു സോഷ്യലായിട്ട് സാമൂഹികമായിട്ടുള്ള ചില മോട്ടിവേഷൻസിനെ പറ്റി പെട്ടെന്ന് പറഞ്ഞു. അതായത് നമ്പർ 1, ഒരു നിയന്ത്രണത്തിന്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞത് അത് ഉണ്ടായി വരും.
ഇതൊരു മാനസികാവസ്ഥയാണ്, നിയന്ത്രണത്തിൻ്റെ ആവശ്യകത. അത് അതുണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ പലതാണ്. അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു അനിശ്ചിതമായിട്ടുള്ളൊരു ലോകത്താണ്. നാളെ എന്ത് പറ്റും നമുക്ക് ആർക്കും അറിയില്ല, ഒരു നിശ്ചയമില്ല. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് സുരക്ഷയാണ്, സെക്യൂരിറ്റിയാണ്. രണ്ടാമത് നമുക്കൊരു പ്രവചനാതീതത ഒരു പ്രഡിക്റ്റബിലിറ്റി. മൂന്നാമത്തത് ഒരു ഭദ്രതയാണ്, സേഫ്റ്റിയാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ നിയന്ത്രണത്തിന്റെ ആവശ്യകത ഉണ്ടാകുന്നത്. ഞാനിത് ഇപ്പം എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയൊരു അറിവാണ്. എനിക്കിതിനോട് അത്ര എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. കേൾക്കുന്നവർക്ക് കൂടുതൽ എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നല്ലതെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. അതെൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് നമ്മളിലെല്ലാം നമ്മുടെ മുൻകാലത്തെ വല്ലാത്ത തിക്താനുഭവങ്ങൾ ഒരുപാടുള്ള ആൾക്കാരാണ്. നമ്മുടെ പാസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ആഘാതങ്ങൾ, കുടിച്ചു നടന്ന കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള ആഘാതങ്ങൾ പേറി നടക്കുന്ന ആൾക്കാരാണ്. അതായത് അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു തീവ്രമായൊരു ഉത്കണ്ഠയുണ്ട്. തീവ്രമാണ് ആ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അത് എക്സ്ട്രീമാണത്. അത്രയും തീവ്രമായൊരു ഉത്കണ്ഠ കൊണ്ട് നടക്കുന്ന ആൾക്കാർ. സോറി. പിന്നെ ഏറ്റവും ഇതായിട്ട് നമ്മുടെയൊക്കെ ദുർബലതയെ കുറിച്ചിട്ടുള്ള നമുക്ക് തന്നെയുള്ള ഭയങ്ങളൊക്കെ, ഇതെല്ലാം ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ആയിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഈ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇതിനെ മറികടക്കാനായിട്ടുള്ള. അതായത് ഇത്തരത്തിലുള്ള നമ്മുടെ ന്യൂനതകളെ മറികടക്കാനായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഈ പറഞ്ഞ മറ്റുള്ള ഒരാളുടെ പുറത്തുള്ള ഒരു നിയന്ത്രണം. ഓക്കെ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെന്ന് പറയുന്നത് രണ്ടാമതൊരു കാര്യം, ഒരു സാമൂഹ്യ സ്വാധീനവും പദവിയും. അത് ഒരു മോട്ടിവേഷനാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ അധികാരമോഹം എന്ന് പറയുന്നത് ഒരു സ്വാധീനത്തിന് വേണ്ടിയിട്ടുള്ളൊരു മോഹം കൂടിയാണ്. സമൂഹത്തിലൊരു സ്വാധീനം ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു പദവിക്ക് വേണ്ടിയിട്ടുള്ളൊരു മോഹമാണത്. ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത് തന്നെ, മുൻപ് ലഭിച്ചിട്ടില്ലാത്ത ആ ബഹുമാനം നേടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ കഴിവ് തെളിയിക്കാൻ വേണ്ടി. നമുക്കറിയാം നമുക്ക് ഒത്തിരി കഴിവുള്ള ആൾക്കാരാണെന്നൊക്കെ നമുക്കറിയാം, അത് വാസ്തവമാണ്. പക്ഷെ അത് തെളിയിക്കാനായിട്ട് ഒരു സാഹചര്യവും സ്ഥലവും കിട്ടിയിട്ടില്ല നമുക്ക്. എവിടെ കിട്ടാനും നമ്മൾ കുടിച്ച് നടക്കുകയായിരുന്നു. ആകെ കിട്ടുന്ന കള്ളുഷാപ്പിലും ബാറിലും ഒക്കെയാണ് നമ്മുടെ കഴിവ് തെളിയിക്കാൻ. അവിടെ നമ്മൾ പാട്ടുകാരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ, ഷാപ്പിലെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് രസമുള്ള ഭംഗിയായിട്ട് പാടുന്ന ആൾക്കാരാണ് ഷാപ്പിൽ വരുന്നവർ. അപ്പോൾ ആ കഴിവ് തെളിയിക്കാനായിട്ട് നമുക്ക് ഷാപ്പിനകത്തെ തെളിയിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് സമൂഹത്തിന്റെ ഇടയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവണത ഉള്ളിലുണ്ടാവും. അംഗീകാരം ലഭിക്കുക, അതൊക്കെ നമുക്ക് വളരെ ആവശ്യം വരുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള വേണ്ടിയിട്ട് നമുക്കൊരു അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാവും എന്നുള്ള ഒരു തോന്നലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെയും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ സ്വാധീനത്തിൻ്റെ അതിനെ ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളൊരു സ്വാധീനത്തിനെ നമ്മൾ ഒരാളുടെ മേലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു സ്ഥാനം ലഭിക്കുമ്പോഴോ കിട്ടുന്ന ഒരു സ്വാധീനം ഉണ്ടല്ലോ, അതിനെ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് അവനവൻ്റെ മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും, നമ്മൾ നേരത്തെ പറഞ്ഞ ഇച്ഛകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ വേദനയോ അല്ലെങ്കിൽ അവർക്ക് കഷ്ടപ്പാടോ അപമാനമോ വരുത്താൻ നമ്മൾ അധികാരത്തെ ഉപയോഗിച്ചേക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിട്ടൊന്നല്ല, പലപ്പോഴും അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് അവനവൻ്റെ മോഹങ്ങളെ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ വേദന, കഷ്ടപ്പാട്, അപമാനം ഇതെല്ലാം വരുത്തി വെച്ചിട്ട് അത് നമ്മുടെ അധികാരം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് മാറും. അതാണ് നമ്മുടെ ഈ അധികാരത്തിൻ്റെ ഒരു ദുരുപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അധികാരം ഒരു ലഹരിയാണെന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അതിൽ കുറേ വാസ്തവമുണ്ട്. എങ്ങനെയാണ് നമ്മുടെയൊക്കെ തലയ്ക്കകത്തൊക്കെ ശരീരത്തിലുമൊക്കെ ഈ ലഹരി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ള ആൾക്കാരാണ്. ലഹരി എങ്ങനെ നമ്മളിൽ പ്രവർത്തിച്ചു എന്നുള്ളത്. ഈ അധികാരവും ചില നേരങ്ങളിൽ ഒരു ലഹരിയായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഒരു മിഥ്യാധാരണ, അങ്ങനെ തന്നെ പറയാതെ ഒരു മിഥ്യയാണത്. നമ്മൾ എന്തോ സംഭവമാണെന്നുള്ള അതാണ് സ്വന്തം പ്രാധാന്യത്തിൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആരോ ഒരു സംഭവം, അതിനെപ്പറ്റിയുള്ളൊരു മിഥ്യാധാരണ. ഈ മിഥ്യാധാരണയാണ് അതൊരു ലഹരിയായിട്ട് മാറുന്നൊരവസ്ഥയാണ്. നമ്മളെ മതിക്കുന്ന ഒരു സാധനമായിട്ട് അത് ഞാൻ സംഭവമാണ്. അത് പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ലഹരി പോലെ പ്രവർത്തിക്കും നമ്മുടെ ഉള്ളിൽ. അത് എൻ്റെ സ്ഥാനം തരുന്നൊരു അധികാരങ്ങളുണ്ടല്ലോ, അത് എനിക്ക് കിട്ടിയ സ്ഥാനം എനിക്ക് തരുന്ന ചില അധികാരങ്ങളുണ്ട്, അതെന്നെ ലഹരി പിടിപ്പിക്കുകയാണ്. അതിനിപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നാറുള്ള പലപ്പോഴും ഈ ഏറ്റവും ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സാർ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ. നമ്മൾ ആരെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളെ സാർ എന്നുള്ള വിളിക്കും. ആ വിളി അത് ചെറിയൊരു കാര്യമാണെങ്കിലും ഈ വിളി കേൾക്കപ്പെടുന്ന ആൾക്ക് അത് ഒരു ലഹരിയായിട്ട് മാറും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ അവനെ ഒരാൾ സാറിന് വിളിച്ചിട്ടില്ലെങ്കിൽ അവന് ഈർഷ്യ ഉണ്ടാവും, ദേഷ്യം വരും. ബാക്കി എല്ലാവരും വിളിക്കുന്നതിന് ഇവൻ മാത്രം എന്താ തന്നെ സാറെന്ന് വിളിക്കാത്ത എന്നുള്ളത്. എനിക്കത് അനുഭവത്തിൽ വന്നൊരു കാര്യമാണ്. എൻ്റെ കൂടെ പിന്നെ ട്രീറ്റ്മെൻറ്റ് അവിടെ എൻ്റെ ഹോം ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു പാർട്ടി. അവന് സമയമുണ്ടോ കഥ പറയാൻ? അവന് ആകെ 3-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. വെറും 3-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവൻ എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അത് ചെറുപ്പത്തിലേ കുടിയിലേക്ക് അങ്ങ് കടന്ന് പിന്നെ അങ്ങ് തെറിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ കൊണ്ട് എത്തിപ്പെട്ടപ്പം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവന് എഴുതാനും വായിക്കാനും അറിയില്ല. ബാക്കിയുള്ളവരൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം നമ്മളവിടുത്തെ കൗൺസിലർ ഇവനോട് പറഞ്ഞു, നിനക്കത് പഠിച്ചാൽ പോരെ, അതിനാണ് അത്ര പാട് എന്ന് പറഞ്ഞിട്ട് അവന് പുസ്തകമൊക്കെ വാങ്ങിക്കൊടുത്തു. അവന് അക്ഷരമൊക്കെ ഉള്ള പുസ്തകമൊക്കെ, കളറുള്ള ചിത്രമൊക്കെ ഉള്ള പുസ്തകമൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ ഈ കക്ഷി അത് ഇരുന്ന് പഠിച്ചു എന്നുള്ളതാണ്. അതാണ് അവൻ്റെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം. അവൻ മെനക്കെട്ടിരുന്നിട്ട് ഭാഷ പഠിച്ചു. എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പം ഇവൻ നമ്മുടെ ബിഗ് ബുക്കിനകത്തെ നമ്മുടെ ആ പേജ് ഉണ്ടല്ലോ, പടികൾ ഉള്ള പേജ്, അവിടെ നോക്കിയിട്ട് സ്വന്തം വായിച്ചു, പടികൾ ഒറ്റയ്ക്ക് വായിച്ചു. അവിടെയും തീരുന്നില്ല ഇവൻ്റെ കഴിവ്. ഞാൻ ആലോചിക്കുക, അടുത്ത മാസമായിരുന്നു, അടുത്ത മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ പുസ്തകമൊന്നുമില്ല. ഇവനത് ബൈ ഹാർട്ട് പഠിച്ചു. സത്യമായിട്ടും പറയാം, എനിക്ക് 21 കൊല്ലം ഏലുകൂടെ നടന്നിട്ട് ഇപ്പോഴും എന്നോട് ആരെങ്കിലും പടികൾ പറയാൻ പറഞ്ഞാൽ എനിക്ക് അത്ര കൃത്യമായിട്ടൊന്നും തെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഈ പാർട്ടി അത് 4 മാസം കൊണ്ട് പടികൾ മുഴുവൻ പഠിച്ചു. അതാണ് ഞാൻ പറയുന്നത്, ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് കണ്ടുപഠിക്കണം. ഈ കക്ഷി എന്നോട് ഒരു ദിവസം വന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഡോക്ടർമാരും അവരവരൊക്കെ ഉണ്ട്. അപ്പം ഇവൻ്റെ സംശയം ഇതാണ്, എല്ലാവരും മൂപ്പരെ സാറിന്ന് വിളിക്കുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെ വിളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ അത് നിന്റെ ഇഷ്ടം, ഇവിടെ ആരും അങ്ങനെയൊന്നും വിളിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചോ, ഇഷ്ടമില്ലെങ്കിൽ നീ പേര് വിളിച്ചോ. അപ്പോഴാണ് ഇവൻ എന്നോട് ചോദിക്കുന്നത്, ഞാൻ നിന്നെ എടാന്ന് വിളിച്ചാൽ നിനക്ക് ദേഷ്യം പിടിച്ചത്? ഞാൻ പറഞ്ഞു, എന്ത് ദേഷ്യം പിടിക്കാനാ, നമ്മൾ സമപ്രായക്കാര്, നമ്മൾ ലോകിയക്കാര്, നിനക്കെന്നെ ധൈര്യമായിട്ട് എടാന്ന് വിളിക്കാമല്ലോ. വലിയ സന്തോഷമായി. അപ്പോൾ അതിനുശേഷം എന്നെ പിന്നെ എടാന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കും വലിയ സന്തോഷമായി. കാരണം അത് വല്ലാത്തൊരു സാഹോദര്യം അവിടെ സ്ഥാപിച്ചെടുക്കുകയാണ്, അല്ലേ? പക്ഷെ ഇത് പലർക്കും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ അധികാരം എന്ന ലഹരിയായിട്ട് മാറുന്ന മറ്റൊരു കാര്യം, അതായത് നമ്മളെ നോക്കിയിട്ട് സല്യൂട്ട് ചെയ്യുന്ന ഒരാള്. ഈ പോലീസുകാരൊക്കെ കണ്ടിട്ടില്ലേ, ഇവരെ സല്യൂട്ട് ചെയ്യുന്ന, അതൊരു അധികാരത്തിന്റെ അംഗീകാരം കൊടുക്കലാണ്.
നിങ്ങളെ CI ആണ്, ഞാൻ കോൺസ്റ്റബിൾ ആണ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ മുകളിലാണ്, ഞാൻ താഴെയാണ്, ആ ശ്രേണിയാണ് അവിടെ കളിക്കുന്നത്. ഞാൻ പോയിക്കൊണ്ടിരുന്ന ബാറിലെ അവിടുത്തെ വാച്ച്മാൻ എന്നെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യായിരുന്നു. എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ, ഏതാണ്ടോ വലിയ ആളായി എന്നുള്ളൊരു തോന്നലാണല്ലോ. അങ്ങേര് ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. പൊട്ടൻ ചീരാമൻ രാവിലെ 7 മണിക്ക് ഇവിടെ വന്ന് കുടിക്കും, രാത്രി 12 മണിക്ക് ഇറങ്ങി ആടി ആടി പോകുന്നേം കാണും. എന്നാലും അയാൾ എന്നെ സല്യൂട്ട് ചെയ്യും. അത് പോകാൻ നേരത്തെ ഞാൻ എങ്ങനെയും അയാൾക്ക് ഒരു 10 രൂപയൊക്കെ കൊടുക്കും. കാരണം എന്നെ സല്യൂട്ട് ചെയ്ത ആളല്ലേ. അതൊരു ലഹരിയാണ്. ആ സല്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കെന്തോ ഇല്ലാത്തൊരു അധികാരം അയാൾ എനിക്ക് കൽപ്പിച്ചു തരിക. അത്രയൊക്കെ അല്പത്തരങ്ങളൊക്കെയാണ് അതൊക്കെ. എന്നാലും ആ ലഹരിയായി മാറുന്ന ഒരു അധികാരത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ചിലർക്കുണ്ട് ആളുകൾ നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുണ്ടല്ലോ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം മാഷ് വരുന്ന സമയത്ത് എല്ലാ കുട്ടികളൊക്കെ ഗുഡ് മോർണിംഗ് മാസ്റ്റർ സർ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കല്ലോ. അതുമാതിരി ചില അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എഴുന്നേറ്റേ പറ്റൂ. ആ ഇതെല്ലാം അയാൾ ഇരിക്കുന്ന ആ സ്ഥാനം, അധികാര സ്ഥാനം അയാളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി, അത് ലഹരി പിടിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ ഏറ്റവും മകുടോദാഹരണങ്ങളായിട്ട് ഇതൊക്കെ കാണാം നമുക്ക്. അതായത് അഹംഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിഷയമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിങ്ങനെ വീർത്ത് വീർത്ത് വരികയെന്നേ, അതങ്ങനെ അങ്ങോട്ട് ബലൂൺ പോലെ വീർത്ത് വരിക. ഈ ഈഗോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനം, അത് ഈ അഹംഭാവം വീർത്തു വരുന്നതോടെ തന്നെ അഹങ്കാരവും ഇങ്ങനെ മൂത്ത് മൂത്ത് വരും. അതാണ് അധികാരം തലയ്ക്ക് പിടിക്കാൻ തുടങ്ങും. അധികാരം തലയ്ക്ക് പിടിക്കാൻ തുടങ്ങും. അധികാരം ലഹരി പിടിപ്പിക്കാൻ തുടങ്ങും. നമ്മളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട് നടന്ന സമയത്തുള്ള അതേ സ്ലോഗൻ അവിടെയും വരും. അധികാരവും പറയാൻ തുടങ്ങും, ഇനിയും വേണം, ഇത് പോരാ. അതാണല്ലോ നമ്മളെ സൂത്രവാക്യങ്ങളിലൊന്ന് കുടിച്ചു നടന്ന സമയത്ത്. ഇനിയും വേണം, ഇതൊന്നും പോരാ. അതായിരുന്നല്ലോ നമ്മുടെ പതനത്തിലേക്ക് നയിച്ച വാക്കുകൾ. നമ്മുടെയൊക്കെ അധപ്പതനത്തിലേക്ക് നമ്മളെ നയിച്ച സാധനമാണ് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം, ഇതുപോരാ, ഇതുപോരാ, ഇതുപോരാ. അപ്പൊ അത് അധികാരത്തിന്റെ കാര്യത്തിലും അത് പ്രാവർത്തികമാണ്. അതും ഒരു ലഹരിയായിട്ട് മാറുന്നൊരവസ്ഥ വരും. അതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും നമുക്ക് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരു അധികാര സ്ഥാനത്തിലാണ് എത്തിച്ചു ചേർന്നതെങ്കിൽ അത് എല്ലാ സമയത്തും നമ്മളെ വേട്ടയാടാൻ പാടില്ല. ആ സ്ഥാനം അതിന് വേണ്ടിയിട്ട്, ഈ ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്നും ഈ കളികളൊക്കെ കളിച്ചിട്ട് എങ്ങനെയും നേടിയെടുക്കുക എന്നൊക്കെ ഇല്ല. അതാണ് ആ ലഹരി. ഒരു നമ്മൾ പണ്ട് കുടിക്കാൻ വേണ്ടി നടത്തിയ അതേ കാര്യം തന്നെയായിട്ട് മാറും അധികാരവും. അതൊരു ലഹരിയായിട്ട് മാറുന്ന സമയത്ത് അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ലാതെ അങ്ങ് പ്രവർത്തിക്കും. അതാണ് ഡേഞ്ചർ. വന്നോളുന്നേ, നമുക്ക് ഈ സ്ഥാനവും മാനവും ഒന്നും അല്ലല്ലോ വലുത്, നമുക്ക് നമ്മുടെ സുബോധമല്ല വലുത്. സ്ഥാനവും മാനങ്ങളൊക്കെ തന്നെ വന്നോളും. അത് നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. നന്നായിട്ട് എയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. നമ്മുടെ മുൻപേ പോയ എത്രയോ ആൾക്കാരെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കും. നമ്മുടെ മുൻപേ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അത് മതി. അവരുടെ പോക്ക് കറക്റ്റായിട്ടുള്ള വഴിക്കാണെങ്കിൽ അതേ വഴിക്ക് തന്നെ നമുക്കും പോകാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ് നമ്മൾ പറയുന്നത് ചുമ്മാ. നമ്മൾ അതിനെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അപകട സൂചനകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, മനസ്സിൽ വെക്കുക. നാളെ നമുക്ക് ഒരു പൊസിഷന് വേണ്ടിയിട്ടോ, അതിന് എവിടെയാവട്ടെ, സമൂഹത്തിലെ ഒരു പൊസിഷനാണോ അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ പൊസിഷനാണോ, ഈവൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ പൊസിഷനാണോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിൽ ഈ അമിതമായിട്ടുള്ള അധികാരമോഹം ഉടലെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പം തന്നെ നമ്മൾക്ക് തോന്നണം ഇത് ഡേഞ്ചർ ആണല്ലോ സിറ്റുവേഷൻ. അത് തോന്നാനായിട്ടുള്ള ഒരു ചെറിയ ഒരു ഇതാണ് നമ്മൾ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഡേഞ്ചർ ആണെന്നുള്ളതാണ് ആ സൂചന. അതൊരു അപകട സൂചനയാണ് എന്നുള്ളതാണ് നമ്മുടെ സൂചന. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും സുബോധത്തിൻ്റെ
ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വൈശേട്ടാ. ഇത്ര നേരം ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട്. അധികാരമോഹം ഒരു അമിത മദ്യാസക്തനെ ഏതൊക്കെ തരത്തിലാണ് അത് ബാധിക്കുന്നതെന്ന്, ഒരു മദ്യാസക്തനെ മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചും അതെങ്ങനെയൊക്കെയാണ് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ നല്ല രീതിയിൽ പങ്കുവച്ചു. ഒത്തിരി നന്ദി. ഇതുപോലെ ഉള്ള വിഷയാവതരണത്തിലൂടെ ഇനിയും ഒത്തിരിയേറെ പേർക്ക് വെളിച്ചമാവാനും ഇപ്പോഴും മദ്യത്തിന് അടിപ്പെട്ട് കഴിയുന്ന ഒത്തിരിയേറെ ആൾക്കാർക്ക് എയിലേക്കുള്ള ഒരു വഴികാട്ടിയായി തീരുവാനും ഒക്കെ ആ ഉന്നതമായ ശക്തി സർവശക്തനായ ദൈവം വൈശേഷനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നും താങ്ക് യു